ജീവനക്കാർ വലിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. വിരമിച്ച NPS ജീവനക്കാർക്ക് കൃത്യമായ രീതിയിലുള്ള പെൻഷനും ഗ്രാറ്റുവിറ്റിയൊന്നും ലഭിക്കുന്നില്ല. ഇപ്പോൾ ഇതിനോടനുബന്ധിച്ച് JPSന്റെ സംസ്ഥാന സെക്രട്ടറി അരുൺജിത്താണ് നമ്മളോടൊപ്പം സംസാരിക്കുന്നത്. എന്താണ് നിങ്ങൾ നേരിടുന്ന വലിയ പ്രശ്നം? നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ DA കുടിശ്ശിയാണ്. DA മാത്രമല്ല, ശമ്പളത്തിൻ്റെ ഒരു ഭാഗം ഉൾപ്പെടെ, DA എന്ന് പറഞ്ഞാൽ ശമ്പളത്തിൻ്റെ അവിഭാജ്യ ഭാഗമാണ്, അതുൾപ്പെടെ എല്ലാവിധ ആനുകൂല്യങ്ങളും ഈ സർക്കാർ നിർത്തലാക്കിയിരിക്കും. അപ്പം ഈ DA തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ 2023 ജനുവരി മുതലുള്ള DA കുടിശ്ശിയായിട്ടെടുക്കുക. എല്ലാ വർഷവും 2 ഗഡുവാണ് DA അനുവദിക്കുന്നത്. DA എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലുണ്ടാകുന്ന ഈ ഇൻഫ്ലേഷൻ വിലക്കയറ്റത്തിന് ആനുപാതികമായിട്ടാണ് DA വർദ്ധിപ്പിക്കുന്നത്. ഇപ്പോൾ കേരളത്തിലാണ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഇൻഫ്ലേഷൻ കൂടി നിൽക്കുന്ന സംസ്ഥാനം. 6.87 ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇപ്പോൾ 8 മാസമായിട്ട് ഇന്ത്യയിൽ ഇൻഫ്ലേഷൻ്റെ നിരക്കിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്ന കേരളമാണ്. പക്ഷേ ഇവിടെ DA നൽകാൻ സർക്കാർ തയ്യാറാകുന്നു. 2023 മുതലുള്ള DA ഇപ്പോൾ 25 ആയപ്പോഴത്തേന് 3 വർഷത്തെ 6 ഗഡു DA ആണ് കുടിശ്ശിയായിട്ടെടുക്കുന്നത്. ഇതിന് മുമ്പ് 2022 ജനുവരി മുതലുള്ള DA ഈ 24 സർക്കാർ നൽകാൻ തുടങ്ങിയത്. അങ്ങനെ നൽകാൻ തുടങ്ങിയ DA തന്നെ അതിൻ്റെ 39 മാസത്തെ കുടിശ്ശിക ഓരോ DAയുടെയും, അതായത് 2022, 23 വർഷങ്ങളിലെ 21 മുതലാണ് DA തരാനുണ്ടായിരുന്നത്. അത് കുടിശ്ശികയുടെ 21, 22 വർഷങ്ങളിലെ DA 39 മാസത്തെ DAയുടെ കുടിശ്ശിക നൽകാൻ കിടക്കുകയാണ്. അതുതന്നെ കോടിക്കണക്കിന് രൂപ. അതോടൊപ്പം തന്നെ 2019 നടത്തേണ്ട ശമ്പള പരിഷ്കരണം അത് 2021 നടപ്പിയതാണ്. അപ്പോൾ ആ 19 മുതൽ 21 വരെയുള്ള കാലഘട്ടത്തിലെ അതിൻ്റെ കുടിശ്ശികയുണ്ട്. ആ കുടിശ്ശിക നൽകാൻ തയ്യാറായിട്ടില്ല, ഇതുവരെ നൽകാൻ തയ്യാറായിട്ടില്ല. ഇപ്പോൾ ഇത് PF കുറച്ച് അതിൻ്റെ ഒരു ഭാഗം ലയിപ്പിച്ചിട്ടുണ്ട്. അതിന് 4/1 ലയിപ്പിച്ചിരിക്കുന്നത്. അതിൻ്റെ 4/3 ഭാഗവും നൽകാൻ കിടക്കുകയാണ്. അതുപോലെ ലീവ് സറണ്ടർ, വർഷങ്ങളായി ലീവ് സറണ്ടർ നൽകുന്നില്ല. അതിനകത്ത് ചെറിയ ശതമാനം ജീവനക്കാർക്ക് ലീവ് സറണ്ടർ ലാസ്റ്റ് ഗ്രേഡ് ജീവനക്കാർക്ക് നൽകുന്നുണ്ട്, ബാക്കിയുള്ളവർക്ക് നൽകുന്നില്ല. അത് കഴിഞ്ഞ വർഷം മുതൽ കഴിഞ്ഞ 2 വർഷമായിട്ട് നൽകുന്ന ലീവ് സറണ്ടർ അതായത് PF ലയിപ്പിക്കാം. അത് വർഷങ്ങൾക്ക് ശേഷം മാത്രമേ നമുക്ക് എടുക്കാൻ സാധിക്കൂ. അപ്പോൾ ഇത്രയധികം വിലക്കയറ്റവും കാര്യങ്ങളും നിറക്കി നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ ഇത് നൽകാത്തത് ജീവനക്കാരെ സംബന്ധിച്ച് വലിയ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാക്കിയിരിക്കും. പല ആളുകളും ജീവിക്കാൻ നിവൃത്തിയില്ലാതായി. ആ രീതിയിലേക്ക് കടത്തിനകത്തായിരിക്കുന്നു. ക്രെഡിറ്റ് കാർഡിലാണ് പല ആളുകളും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഒരു അവസ്ഥയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തെങ്കിലും ലോണോ ഹൗസിംഗ് ലോണോ അത്തരം എടുത്തിട്ടുള്ള ആളുകൾ ഓരോ മാസവും തള്ളി നീക്കാനായിട്ട് വേറെന്തെങ്കിലും ഏർപ്പാടുകൾ കൂടെ പോകേണ്ട ഒരു സാഹചര്യമാണ് ഇന്ന് നിലനിൽക്കുന്നത്. അതുമാത്രമല്ല, പെൻഷൻ ഈ 2013 ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് പെൻഷൻ NPS ആക്കിയതാണ്. സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ മാറ്റിക്കൊണ്ട് പങ്കാളിത്ത പെൻഷനായിട്ട് കൊണ്ടുവന്നു ഏപ്രിൽ മാസം മുതൽ 2013. പക്ഷേ ഈ ഗവൺമെൻറ് അധികാരത്തിൽ വരുമ്പോൾ, ഈ പിണറായി ഗവൺമെൻറ് അധികാരത്തിൽ വരുമ്പോൾ നമ്മളോട് പറഞ്ഞിരുന്നൊരു വാഗ്ദാനം ഇത് പുനഃപരിശോധിക്കണം. അതിൻ്റെ കൊണ്ട് അടിസ്ഥാനത്താണ് ജീവനക്കാരെ അവർ കൂട്ടിയത്. പക്ഷേ ഇപ്പോൾ ഈ 9 വർഷമായിട്ടും അത് പുനഃപരിശോധിച്ചുകൊണ്ട് പുനഃസ്ഥാപിക്കുവാൻ സർക്കാർ തയ്യാറായിട്ടുണ്ട്. കോടിക്കണക്കിന് രൂപയാണ് ജീവനക്കാർക്ക് നഷ്ടമാകുന്നത്. നമുക്കറിയാം, ഇപ്പോൾ ഒരു ഏറ്റവും താഴത്തെ ലെവലിൽ കയറുന്ന ഒരു ജീവനക്കാരൻ, ഒരു ലാസ്റ്റ് ഗ്രേഡ് ജീവനക്കാരനോ ഒരു ക്ലറിക്കൽ ലെവലിലുള്ള ജീവനക്കാരനോ അവരുടെ ശമ്പളം എന്ന് പറഞ്ഞാൽ 23,000 രൂപ, 23,700 രൂപയ്ക്കാണ് അവരുടെ ഏറ്റവും അടിസ്ഥാന സ്കെയിലെന്ന്. അതിനകത്ത് അതിൻ്റെ DAയുടെ കൂട്ടിക്കൊണ്ടുള്ള 10% അവർ പെൻഷൻ ഫണ്ടിലേക്ക് അടക്കേണ്ട ഗതികേടിലാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ 20,000 രൂപ പോലും തികച്ച് മാസം വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റുന്നു. 6% തുക അതല്ലാതെ വേറെ കൂടി നമ്മൾ നിർബന്ധിത പിടുത്തമുണ്ട്. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇവർക്ക് ഒരു 20,000 രൂപ പോലും ഒരു തുടക്കക്കാരനായിട്ടുള്ള ജീവനക്കാരന് വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റാത്ത സാഹചര്യം. എല്ലാവരും അത്തരത്തിലുള്ളൊരു പ്രതിസന്ധിയിലേക്ക് പോയിരുന്നു. അങ്ങനെ ഓരോന്നോരോന്നായിട്ട് പരിശോധിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ NPSൻ്റെ കാര്യം നമ്മൾ, ശമ്പളത്തിൻ്റെ കാര്യം പറഞ്ഞു, DAയുടെ കാര്യം പറഞ്ഞു, അതുപോലെ തന്നെ മറ്റൊരു എന്താണ് മെഡിസെപ്പ്, നേരത്തെ ഉണ്ടായിരുന്ന മെഡിക്കൽ റീഇംബേഴ്സ്മെൻറ്റ് സംവിധാനം നിർത്തലാക്കിക്കൊണ്ട് അതിനകത്തൊരു മാസം ഒരു 300 കോടി രൂപയോളം ജീവനക്കാർക്ക് മെഡിക്കൽ റീഇംബേഴ്സ്മെൻറ്റായിട്ട് ചികിത്സയ്ക്ക് വേണ്ടി നൽകിക്കൊണ്ടിരുന്നത്. ആ സംവിധാനം പൂർണ്ണമായിട്ട് മാറ്റിക്കൊണ്ട് ജീവനക്കാരുടെ ചെലവിലാണ് ഇപ്പോൾ സർക്കാർ ഒരു മെഡിസെപ്പ് എന്ന സംവിധാനം കൊണ്ടുവരുന്നത്. അതിനകത്ത് സർക്കാർ ഒരു പൈസ പോലും മുടക്കുന്നു. ഇത് കഴിഞ്ഞ വർഷം വരെ ഇപ്പം നടപ്പായിക്കൊണ്ടിരിക്കുന്ന പദ്ധതി പ്രകാരം വർഷം തോറും 500 രൂപയാണ് മാസം തോറും നമ്മൾ അടയ്ക്കുന്നത്. അത് ഒരു വർഷം 6,000 രൂപ അടയ്ക്കും. പക്ഷേ ഇത് സർക്കാർ ആശുപത്രി മാത്രം ചികിത്സ കിട്ടുന്നൊരു സംവിധാനമാണ്. മറ്റുള്ള വളരെ കുറച്ച് പരിമിതമായിട്ടുള്ള സ്വകാര്യ ആശുപത്രിയിൽ മാത്രമേ ചികിത്സയുള്ളൂ. ഇനി അവിടെ ചെന്ന് നമ്മൾ ചികിത്സ നേടിയാലും ഈ മെഡിസെപ്പിൻ്റെ പാക്കേജ് തീരെ പരിമിതമാണെന്നുള്ളതുകൊണ്ട്, ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിസേറിയൻ പ്രസവത്തിന് നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റുന്ന ഒരു സംഗതിയാണ് സിസേറിയൻ. അതിനകത്ത് വെറും 18,000 രൂപയാണ് സർക്കാർ ഇട്ടിരിക്കുന്ന ചാർജ്. ഈ 18,000 രൂപയ്ക്ക് കേരളത്തിലെ ഒരു സ്വകാര്യ ആശുപത്രിയിലും പ്രസവം എടുക്കത്തില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് 70,000 രൂപയ്ക്കാണ് സ്വകാര്യ ആശുപത്രി നൽകും. സ്വകാര്യ ആശുപത്രിയിൽ നമ്മൾ ചികിത്സയ്ക്ക് പോയാലും അവിടെ ഒരു സിസേറിയൻ നടന്നാൽ നമുക്ക് 18,000 രൂപയെ കിട്ടത്തുള്ളൂ. ബാക്കി പൈസ നമ്മൾ കയ്യിൽ നിന്ന് അടയ്ക്കണം. അല്ലെങ്കിൽ കണ്ണിൻ്റെ കാറ്ററൈറ്റ്സ് ഓപ്പറേഷൻ ഏറ്റവും വ്യാപകമായി നടക്കുന്നത്. ഒരു 25,000 രൂപ മുതൽ 30,000 രൂപ വരെ അതിന് മുകളിലേക്കാണ് കാറ്ററൈറ്റ് ഓപ്പറേഷൻ സ്വകാര്യ ചാർജ് ചെയ്യുന്നത്. പക്ഷേ സർക്കാർ നൽകുന്നത് വെറും
15,000 രൂപയാണ്. ബാക്കി പൈസ നമ്മൾ അടയ്ക്കണം. അപ്പം നമ്മുടെ കയ്യിൽ നിന്ന് 6,000 രൂപ മാസം വർഷം തോറും സർക്കാർ പ്രീമിയം വാങ്ങിച്ചിട്ട് അതിനകത്ത് നമുക്ക് ഈ ചികിത്സ ലഭ്യമാകുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുതന്നെയല്ല, ഓരോ താലൂക്കിലും ഈ ചികിത്സ കിട്ടുന്ന സ്ഥാപനങ്ങളില്ല. ജില്ലയിൽ എവിടെയെങ്കിലും ആയിരിക്കും സ്ഥാപനം. അപ്പോൾ നമ്മൾ ഡിമാൻഡ് ചെയ്യുന്നത് ഈ മെഡിസപ്പ് വേണ്ട, ജീവനക്കാർ ആവശ്യമുണ്ടെങ്കിൽ അവർ സ്വന്തം നിലയിൽ ഇൻഷുറൻസ് എടുക്കട്ടെ, അല്ലെങ്കിൽ നേരത്തെ നിലനിന്നിരുന്ന ആ ഒരു മെഡിക്കൽ റീഇംബേഴ്സ്മെൻറ്റ് സിസ്റ്റം അത് പുനഃസ്ഥാപിച്ചു കഴിഞ്ഞാൽ സർക്കാർ ആശുപത്രിയിൽ നിന്ന് ചികിത്സ മേടിക്കുന്നതിന് നമുക്ക് റീഇംബേഴ്സ്മെൻറ്റ് എടുക്കാൻ പറ്റും. ആ എത്ര ചിലയാവുന്നോ ആ പൈസ നമുക്ക് ഇവിടെ നിന്ന് റീഇംബേഴ്സ്മെൻ്റ് ആയിട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ അത് സിസ്റ്റം ഇല്ലാതാക്കിയിരിക്കും. അങ്ങനെ ഇത് വലിയ കമ്പനികളെ സഹായിക്കുകയാണ് സർക്കാർ. ഈ ഇതിനകത്തുനിന്ന് കിട്ടുന്ന അതിനൊരു വീതം സർക്കാർ കൊണ്ടുപോവുകയും ചെയ്യും. ഈ 6,000 രൂപ പൂർണ്ണമായിട്ടും കമ്പനിയിലേക്ക് അടയ്ക്കുന്നത് ഒരു വീതം സർക്കാർ കൊണ്ടുപോകും. നമുക്ക് അതിനകത്തൊരു ഒരു വീതം മാത്രമേ നമുക്ക് ഇൻഷുറൻസ് പ്രീമിയമായിട്ട് പോകുന്നു. അപ്പം അത്തരത്തിൽ ഓരോന്നോരോന്നായിട്ട് എടുത്തു കഴിഞ്ഞാൽ ഇതാണ് സാഹചര്യം. അതുപോലെ ജോലിഭാരം കൂടി നമുക്കറിയാം. കേരളത്തിൽ ഏറ്റവും അധികം ജോലിഭാരം വന്നിരിക്കുന്ന പോലീസുകാർക്ക്. കേരളത്തിലാണ്ട് 90ഓളം പോലീസുകാർ ഈ അടുത്ത നാളുകൾക്കുള്ളിൽ ആത്മഹത്യ. ജോലിഭാരം 100 കണക്കിന് പോലീസുകാർ ജോലി ഉപേക്ഷിച്ചിട്ട് പോകും. സർക്കാർ സർവീസിൽ കയറുന്ന ജീവനക്കാരെ സംബന്ധിച്ച് അതുപോലെയാണ്. ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ സർവീസിൽ കയറിയിട്ട് അവർ ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ജോലി ഉപേക്ഷിച്ചിട്ട് മറ്റ് പണികൾക്ക് പോകാനുള്ള അവസരം നോക്കിയിരിക്കുകയാണ്. ഒരു ജോലി കിട്ടിയാൽ പോകും. ദൗർഭാഗ്യവശാൽ സ്വകാര്യ മേഖലയിലും ജോലി കുറവാണെന്നുള്ളതുകൊണ്ടാണ് ആളുകൾ പലരും ഇതിനകത്ത് ജോലി ചെയ്യുന്നത്. ആ ഒരു രീതിയിലാണ്. അതുകൊണ്ട് തന്നെ മികച്ച ആളുകളെ ഇന്നിപ്പോൾ സർക്കാർ സർവീസിൽ കിട്ടുന്നില്ല. ഏറ്റവും മികച്ച ആളുകൾ സ്വകാര്യ മേഖലയിലേക്ക് ജോലി തേടി പോവുകയാണ്. കേരള സർവീസിൽ ഇത്രയധികം, 1 ശമ്പളം തീരെ കുറവ്, 2 ഇത്തരത്തിൽ പെൻഷനില്ല, 3 ഈ പറഞ്ഞല്ലോ അധികമായ ജോലിഭാരം. ഇപ്പോൾ കേരളത്തിൽ നമ്മുടെ കോട്ടയം ജില്ലയിൽ ഒരു ശ്യാംകുമാർ എന്ന് പറഞ്ഞൊരു AEO ആത്മഹത്യ ചെയ്തത്. അദ്ദേഹം ആത്മഹത്യ ചെയ്തതിൻ്റെ പ്രധാന കാരണം പല വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, പല AEO ഓഫീസുകളുടെ ചാർജാണ് അദ്ദേഹം കൊടുക്കുന്നത്. അദ്ദേഹം AEO ആയിരുന്നില്ല, അവിടുത്തെ ഒരു സീനിയർ സൂപ്രണ്ടായിരുന്നു. ആ AEOയുടെ ചാർജ് തന്നെ അദ്ദേഹത്തിന് കൊടുക്കുകയാണ്. അപ്പം അതൊരു ഓഫീസിലല്ല, പല ഓഫീസുകളിലെ ചാർജ് കൊടുക്കുക. അവസാനം വന്നപ്പോൾ അദ്ദേഹം നിൽക്കകളില്ലാതെ അദ്ദേഹം ആത്മഹത്യ. അങ്ങനെ നിരവധി ആളുകൾ. തൃശ്ശൂരാണ് ഒരു സ്ത്രീ ബസ്സിൽ കുഴഞ്ഞു വീണ് മരിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ സെക്രട്ടറി ആണ്. അവരുടെ പഞ്ചായത്ത് അതിൻ്റെ മീറ്റിങ്ങിൽ പോയപ്പോൾ അവിടെ ഉണ്ടായ ഹരാസ്മെൻറ്റിനെ തുടർന്ന് അവർ മാനസിക സമ്മർദ്ദമാണ് കുഴഞ്ഞു വീണ് മരിക്കുക. ഇവിടെ നമ്മുടെ തിരുവനന്തപുരത്തുണ്ടായൊരു സംഭവം എന്ന് പറഞ്ഞാൽ, ഇവിടെ ഈ പഞ്ചായത്ത് ജീവനക്കാരുടെ ഒരു മീറ്റിംഗ് നടക്കുമ്പോൾ പഞ്ചായത്ത് ഉന്നത ഉദ്യോഗസ്ഥരുടെ പീഡനം സഹിക്കവയ്യാതെ ആളവിടെ തന്നെ കൊഴിഞ്ഞു വീണതിനെ തുടർന്ന് സർക്കാർ ഒരു ഉത്തരവിറക്കി. ഇത്തരം മീറ്റിങ്ങുകളിൽ യാതൊരു കാരണവശാലും ഒരു പരിധിയിൽ അധികം സംസാരിക്കാൻ പാടില്ലെന്ന് ഉയർന്ന ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകേണ്ട അവസ്ഥ പോലും എത്തി. അപ്പോൾ അത്തരത്തിലുള്ള സമ്മർദ്ദം നമുക്ക് വെളിയിൽ പല ടാർജറ്റുകൾ തരികയാണ്. ഈ സ്വകാര്യ മേഖല ഉള്ളതുപോലെ ടാർജറ്റുകൾ തരികയാണ്. ഇന്ന സാധനം ഇത്ര പിടിച്ചു. ഇപ്പം ഉദാഹരണം പറഞ്ഞാൽ വില്ലേജ് ഓഫീസർമാർക്ക് വലിയ ടാർജറ്റ് കൊടുക്കുകയാണ്. നിങ്ങൾ ഇത്ര ഇത് പിടിക്കണം, RR ഇത്ര രൂപയ്ക്കുള്ള RR ഒരു മാസം പിടിച്ചിരിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ ഇത്ര ബിൽഡിങ്ങുകളുടെ ടാക്സ് പിടിച്ചിരിക്കണം. അത് നിങ്ങൾ എങ്ങനെയും പിടിച്ചേ പറ്റുള്ളൂ. വില്ലേജ് ഓഫീസറുകൾ നമുക്കറിയാം, അവർക്ക് നിൽക്കാൻ സമയമില്ലാത്ത രീതിയിൽ ജോലിഭാരമാണ് വില്ലേജ് ഓഫീസർമാർ. അപ്പോൾ അവിടെ വീണ്ടും പുതിയ തരത്തിലുള്ള ടാർജറ്റുകൾ അടുപ്പിച്ച് പുതിയ ജോലിഭാരം കൊണ്ടുവന്നുകൊണ്ട് ആളുകൾക്ക് ജോലി ചെയ്യാനേ സാധിക്കാത്ത തരത്തിലുള്ള ഒരു സാഹചര്യം സർക്കാർ ഒരുക്കിയിരിക്കുകയാണ്. നിലവിൽ മന്ത്രിയുമായി ചർച്ച നടത്തിയിട്ടുണ്ടായിരുന്നോ? മന്ത്രിയുമായിട്ട് നമ്മളെ ചർച്ചയ്ക്ക് വിളിച്ചിട്ടില്ല. മന്ത്രിമാർ ഇത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യാറില്ല. അവർ ചർച്ച ചെയ്യുന്ന ഇപ്പം ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം അവർ കഴിഞ്ഞ ഇടയ്ക്ക് ചർച്ച ചെയ്യാം, ശനിയാഴ്ച ദിവസം അവധി ദിവസമാക്കണോ എന്നുള്ളൊരു വിഷയത്തെ സംബന്ധിച്ച് ചർച്ച ചെയ്യാൻ വേണ്ടി ജീവനക്കാരുടെ പ്രതിനിധികളെ വിളിക്കുന്നു. ആ ജീവനക്കാരുടെ പ്രതിനിധികളെ അവർ വിളിക്കുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ കേൾക്കുമ്പോൾ നല്ലൊരു കാര്യം, ജീവനക്കാർക്ക് ഏതാണ്ട് വലിയ ആനുകൂല്യം തരാൻ പോവാണ്, ശനിയാഴ്ച അവധി. പക്ഷേ ശനിയാഴ്ച അവധി വയ്ക്കുമ്പോൾ ഇപ്പം 10 മുതൽ 5 വരെയുള്ള ജോലി സമയം എന്നുള്ളത് രാവിലെ 9:30 മുതൽ വൈകുന്നേരം 5:30 വരെയാക്കി മാറ്റുകയാണ്. അപ്പോൾ ഒരു ദിവസം 5 ദിവസമാണ് പണിയുള്ളത്. അപ്പോൾ ഒരു ദിവസം 1 മണിക്കൂർ ജോലി സമയം കൂടിയാണ്. അപ്പോൾ അങ്ങനെ 5 മണിക്കൂർ കൂടും. അതുപോലെ തന്നെ ഉച്ചയ്ക്ക് 3/4 മണിക്കൂറുള്ള ഭക്ഷണ സമയം 1/4 മണിക്കൂർ വെട്ടിക്കുറയും. അങ്ങനെ യഥാർത്ഥത്തിൽ 6 മണിക്കൂർ നമ്മുടെ ഇന്ന് പിടിച്ചുകൊണ്ടാണ് നമുക്കൊരു ദിവസം അവധി തരാൻ സർക്കാർ തീരുമാനിക്കുന്നത്. പക്ഷേ അങ്ങനെ ചെയ്യുമ്പോഴും സർക്കാർ ചെയ്യുന്ന വേറെ കാര്യമുണ്ട്, കാഷ്വൽ ലീവ് 15 വെട്ടിക്കുറയും. അതുപോലെ തന്നെ നമുക്ക് ഇല്ലെങ്കിൽ ലീവ് സറണ്ടർ എന്ന് പറഞ്ഞാൽ ആനുകൂല്യം, നമുക്ക് ഒരു വർഷം 33 ലീവ് ലഭിക്കും. ലീവ് സറണ്ടർ, ആ ലീവ് നമുക്ക് വേണമെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ സർക്കാരിന് അത് വിറ്റ് നമുക്ക് അതിൻ്റെ പൈസ വാങ്ങിക്കാം. 30 ലീവിൻ്റെ പരമാവധി 30 ലീവ് ഒരു വർഷം സർക്കാരിന് വിറ്റ് അതിൻ്റെ പൈസ വാങ്ങിക്കാം. അതാണ് ലീവ് സറണ്ടർ എന്ന് പറഞ്ഞാൽ. ആ ആനുകൂല്യം എടുത്തു കളയാൻ പോകും. അത്തരം ആനുകൂല്യങ്ങൾ എടുത്തു കളഞ്ഞുകൊണ്ടാണ് ശരിക്കും ഈ ഇങ്ങനൊരു സംവിധാനം കൊണ്ടുവരാൻ ജീവനക്കാർക്ക് അതിനകത്തൊരു താല്പര്യമില്ല. ഇപ്പോൾ ഏതൊരു നടപടി വരുമ്പോഴും ജീവനക്കാർ പ്രതീക്ഷിക്കുന്നത് നമുക്കിട്ടെന്തോ ഒരു പണിയാണ് വരുന്നത് എന്നുള്ളതിലാണ് പ്രതീക്ഷിക്കുന്നത്. ഈ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഒരു നന്മ ഉണ്ടാവുന്ന ആരും പ്രതീക്ഷിക്കുന്നില്ല. നടപടി ഉണ്ടായില്ലെങ്കിൽ എന്തായിരിക്കും അടുത്ത നടപടി? ഈ നടപടിയൊന്നും ഉണ്ടായില്ല, സർക്കാർ ചർച്ചയ്ക്കൊന്നും വിളിച്ചില്ലെങ്കിൽ എന്തായിരിക്കും അടുത്ത നടപടി? നമ്മൾ ശക്തമായ സമരരംഗം, പ്രചരണ രംഗത്ത്, സമരരംഗത്തേക്ക് പോകാനാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പം നമ്മൾ നിലനിൽക്കുന്നൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഈ ഭരണാനുകൂല സംഘടനകളുടെ ഭാഗത്തുനിന്ന് ജീവനക്കാർക്ക് വലിയ ഭീഷണിയാണ്.
അതുകൊണ്ട് തന്നെ ഒരു പ്രത്യക്ഷമായിട്ടൊരു സമരരംഗത്തേക്ക് വരാൻ ജീവനക്കാർ മടിക്കുന്നുണ്ട്. അങ്ങനൊരു പ്രശ്നം സർക്കാർ സർവീസ് നേരിടുന്നുണ്ട്. അതാണ് ശരിക്കും പറഞ്ഞാൽ ഇവർ ഇത്രയും ജനവിരുദ്ധ നയങ്ങൾ ഇവിടെ നടപ്പിലാക്കുന്നതിൻ്റെ ഒരു പ്രധാന കാരണം അതാണ്. അത് മാറ്റിയിട്ടതുകൊണ്ട് ഇവരുടെ ഭയം ദൂരീകരിച്ച് അവരെ സമരരംഗത്തേക്ക് കൊണ്ടുവരാനാണ് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ NPS ജീവനക്കാരുടെ വലിയൊരു പരിപാടി 22-ാം തീയതി വരുന്നുണ്ട്. JP അതിന് പൂർണ്ണ പിന്തുണയാണ്. NPS പിൻവലിച്ചുകൊണ്ട് സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ സ്ഥാപിക്കുന്ന ആവശ്യം നമ്മളതിന് പൂർണ്ണ പിന്തുണ നൽകുന്നു. അപ്പം സമാന മനസ്കാരായിട്ടുള്ള ആളുകളെയൊക്കെ കൂട്ടിച്ചേർത്തുകൊണ്ട് ഒരു ശക്തമായ പ്രക്ഷോഭത്തിലേക്ക് പോകാനാണ് നമ്മൾ ആലോചിക്കുന്നത്. എന്തായാലും ഇത് വലിയ പ്രതിസന്ധി തന്നെയാണ്. സർക്കാർ ഇതുവരെയും ഇവരെ ചർച്ചയ്ക്കൊന്നും വിളിച്ചിട്ടില്ല. ഇവരുടെ പ്രശ്നം പരിഹരിക്കുന്നതുവരെ ഈ ഒരു സമരവുമായി മുന്നോട്ട് പോകാനാണ് തീരുമാനം. ക്യാമറാമാൻ അനിൽകുമാറോടൊപ്പം അനശ്വര, ന്യൂസ് തിരുവനന്തപുരം.